കൊച്ചി നഗരത്തിന് വിസ്മയത്തിന്റെ പകലുകൾ സമ്മാനിക്കുകയാണ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ വൈവിധ്യവും ബഹുസ്വരതയും ഉയർത്തിക്കാട്ടിയ പ്രഥമ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. സാംസ്കാരിക ബഹുസ്വരതയുടെ മഹാസംഗമത്തിന് ഇന്ന് തിരശീല വീഴും. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യങ്ങളെ രാജ്യത്താദ്യമായി ഒരു വേദിയിൽ ഒന്നിപ്പിക്കുകയായിരുന്നു കേരളം. മതം, വർണ്ണം, ദേശം, വംശം തുടങ്ങിയ വേർതിരിവുകളില്ലാതെ മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന കലയുടെയും സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും 3 രാപ്പകലുകളാണ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിലൂടെ കൊച്ചിക്ക് സമ്മാനിച്ചത്. നഗരത്തിലെ 8 വേദികളിൽ വിവിധ വിഷയങ്ങളിൽ സംവാദങ്ങളും കലാപരിപാടികളും നാടകങ്ങളും സിനിമയും ഒരുമിച്ച് സമ്മേളിച്ച സാംസ്കാരിക മഹാസംഗമം പുതുചരിത്രമായി മാറി. വർഗീയതയെ നേരിടുക, ശാസ്ത്രബോധം വളർത്തുക, മാനവികത ഉയർത്തിപ്പിടിക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടായിരുന്നു സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കൾച്ചറൽ കോൺഗ്രസ് സംഘടിപ്പിച്ചതെന്നും ഒന്നിക്കാം മുന്നേറാം എന്ന ആശയം ലക്ഷ്യത്തിലെത്തിയെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. വർത്തമാനകാലത്ത് രാജ്യം നേരിടുന്ന സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സാംസ്കാരിക മേഖലയിലെ പ്രതിസന്ധികൾ ഇതെല്ലാം ഗൗരവമായ ചർച്ചയ്ക്ക് വിഷയവഹിച്ചിട്ടുണ്ട്. ഞങ്ങളിതിൻ്റെ ഭാഗമായി ഉയർത്തിയ സംസ്കാരം, സംവാദം, സാഹോദര്യം, സമത്വം, സമാധാനം എന്നീ സന്ദേശങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന തലത്തിലേക്ക്, ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന തലത്തിലേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സ്വതന്ത്ര കലാവിഷ്കാരങ്ങൾക്കും നേരെ രാജ്യത്തുയരുന്ന ഭീഷണിക്കെതിരായ ചെറുത്തുനിൽപ്പായി മാറിയ കൾച്ചറൽ കോൺഗ്രസ് തിങ്കളാഴ്ച സമാപിക്കും. വൈകിട്ട് 5-ന് എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നടക്കുന്ന സമാപന സമ്മേളനം മഹാനടൻ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന് ശേഷം 7 മുതൽ രാത്രി 10 വരെ സിതാരാസ് പ്രോജക്ട് മലബാറിക്കസിൻ്റെ സംഗീത വിരുന്നും അരങ്ങേറും. കൈരളി ന്യൂസ്, കൊച്ചി.